കോൺഗ്രസ് പാർട്ടി പരമാവധി ശശി തരൂരിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ക്രൈസ്തവ സഭകളും അതോടൊപ്പം തന്നെ ക്രൈസ്തവരും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ശശി തരൂരിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ശശി തരൂർ ചിന്തിക്കുമോ? ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് എത്ര കണ്ട് അറിയും അല്ലെങ്കിൽ തിരിച്ചറിയുന്നു, സമൂഹം അതിനെ എത്ര തിരിച്ചറിയുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്കിലും വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മുന്നണി രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളൊക്കെ മാറാൻ നല്ല സാധ്യതയുണ്ട്. അതിനെ നമ്മൾ കൂടുതൽ ഗൗരവമായിട്ട് സമീപിക്കുന്നു എന്നാണ് വോട്ടർമാർ അതിനെ കൂടുതൽ ഗൗരവമായിട്ട് സമീപിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരർത്ഥത്തിൽ ഒരു തരത്തിലൊരു അരാഷ്ട്രീയവാദം അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. നമുക്കറിയാം, വർഗരാഷ്ട്രീയം തകരുകയും സ്വത്വരാഷ്ട്രീയം ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ലോകമെങ്ങും. അതിൻ്റെ ഒരു അനുരണനങ്ങൾ കേരളത്തിലും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. നമുക്കറിയാം, കേരളം പലപ്പോഴും നമ്മുടെ രാജ്യത്തേക്കാൾ മുന്നേ ഈ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളോടൊത്ത് സഞ്ചരിച്ചവരാണ് കേരളം. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും അത് വളരെ വേഗത്തിൽ വേരുപിടിക്കുകയും ചെയ്തത് കേരളത്തിലാണ്, കേരളത്തിലും ബംഗാളിലുമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ബംഗാളിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ മുന്നേ കേരളത്തിൽ അത് ശക്തമായിട്ട് വേരുപിടിച്ചു. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ഭാവിയിലെ രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ചും ഒക്കെ വിലയിരുത്താൻ. ഇവിടെ ഇപ്പോൾ ഈ ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വളരെ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് തരൂരിനെ വേണ്ട, തരൂരിന് കോൺഗ്രസിനെ വേണ്ട. സാങ്കേതികമായി മാത്രം രണ്ട് കൂട്ടരും, കോൺഗ്രസും തരൂരും, പാർലമെൻറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. ഇതെല്ലാവർക്കും അറിയാം, പരസ്യമായ രഹസ്യമാണ്. അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് മനസ്സിലാവും. ഈ കൂറുമാറ്റ നിരോധന നിയമം അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തരൂർ വിട്ടുവീഴ്ച ചെയ്യുന്നത്. തരൂരിനെ ശത്രുസ്ഥാനത്തേക്ക്, ശത്രുപക്ഷത്തേക്ക് പറഞ്ഞു വിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതിയാണ് കോൺഗ്രസ് ക്ഷമിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡ് തരൂരിനോട് പലപ്പോഴും ക്ഷമിക്കുന്നത്. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത മുറിവുകൾ തരൂർ അവർക്ക് സമ്മാനിച്ചു കഴിഞ്ഞു. എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. അതൊരു അടവ് നയമാണ്. ഇപ്പോൾ തരൂരിനറിയാം, ഇനി കോൺഗ്രസ്സിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കോൺഗ്രസ്സിൽ നിന്നാൽ താൻ ഉദ്ദേശിക്കുന്ന ഇനിയൊരു 5-6 വർഷം കൂടിയാണ് തരൂർ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു 5-6 വർഷം കൊണ്ട് തനിക്ക് നേടാൻ താൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ചില പദവികളുണ്ട്. ആ പദവികൾ കോൺഗ്രസ്സിൽ നിന്നാൽ ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ചുവട് മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതൊരു സത്യമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കാലങ്ങളായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാണ്. അത് മുസ്ലിം ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ മാത്രമല്ല, നാം ശശി തരൂരിനെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, 2009 മുതൽ 2024 തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ന്യൂനപക്ഷത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് BJP-യോട് ചോദിച്ചാൽ പറഞ്ഞു വരും. അതെ, തീർച്ചയായിട്ടും ഞാൻ തരൂരിലേക്ക് വരാം. പക്ഷെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ്, ഈ ന്യൂനപക്ഷങ്ങളാണ്. അതിൻ്റെ കൂടെ കുറച്ച് നായർ വോട്ടും കൂടെ, മുന്നാക്ക ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് കൂടെ കിട്ടുന്നു എന്നേ ഉള്ളൂ. അത് പക്ഷേ ഫ്ലോട്ടിംഗ് ആണ്. അത് ഒരു തവണ അത് LDF-ലേക്ക് വന്നെങ്കിൽ അടുത്ത തവണ അത് UDF-ലേക്ക് പോകുന്ന കാഴ്ചയാണ് കുറേ നാളുകളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും 2011 മുതൽ. ഇവിടെ ഇപ്പോൾ തരൂരിനും അതുപോലെ തന്നെ, തരൂർ 2009 കേരള രാഷ്ട്രീയത്തിലേക്ക്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന തരൂരിന് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളും നായർ സമുദായവുമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ജയിക്കുമ്പോൾ, 2009 ജയിക്കുമ്പോൾ വലിയ തോതിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളും അതുപോലെ തന്നെ നായർ വോട്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചു. ആ നായർ വോട്ടുകൾ ലഭിച്ചതുകൊണ്ടാണ് BJP 2009 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, 3-ാം സ്ഥാനത്തെത്തിയ നീലലോഹിതദാസൻ നാടാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി BJP-യേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചു, ഏതാണ്ട് 1 ലക്ഷം വോട്ട് പിടിച്ചു. സത്യത്തിൽ ആ 1 ലക്ഷം വോട്ടും അതിൻ്റെ ഒരു പകുതിയെങ്കിലും തരൂരിന് കിട്ടേണ്ടതായിരുന്നു. അവിടെയാണ് ഒരു വലിയ നമ്മൾ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളെ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് വേണം. ഇപ്പോൾ നമുക്കറിയാം,
കോൺഗ്രസ് വളരെ ദുർബലമാണ്, ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് വേണ്ടത്ര ഒരു സുരക്ഷയോ സംരക്ഷണമോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി അവർക്ക് വ്യാപകമാണ്, അവർക്കിടയിൽ വ്യാപകമാണ്. അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി കേരളത്തിൽ. അവിടെ കോൺഗ്രസിൻ്റെ പല പരിപാടികളും, കോൺഗ്രസ് നടത്തുന്ന പല പരിപാടികളും ചീറ്റിപ്പോകുന്നു, കോൺഗ്രസ് ലക്ഷ്യമിടുന്ന പല കാര്യങ്ങളും വിജയിക്കാതെ പോകുന്നു, ഇതൊക്കെ നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലും അവർ തിരുവനന്തപുരത്ത് നിന്ന് 2024 ലോക്സഭയിലേക്ക് തരൂർ ജയിച്ചു എന്നുള്ളത് നമ്മൾ കുറച്ച് കാണണ്ട. അങ്ങനെ ജയിച്ചിട്ടും ഇപ്പോൾ കോൺഗ്രസ് തരൂരിനെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല, തരൂരിനെ അവഗണിക്കുന്നു. ഇതൊക്കെ അത്യാവശ്യം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കത്തോലിക്ക സഭ, CSI, ലത്തീൻ കത്തോലിക്കരടക്കമുള്ള കത്തോലിക്ക സഭ, CSI, പിന്നെ നായർ സമുദായം, ഒരു പരിധിവരെ SNDP, ഇങ്ങനെ മത സാമുദായിക പിന്തുണ തരൂരിന് വ്യാപകമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ്സിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രത്യക്ഷത്തിലെങ്കിലും പുറമേ കാഴ്ചയ്ക്കെങ്കിലും തരൂരിന് ഇവരുടെ പിന്തുണ ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് നിഷേധിക്കാൻ കോൺഗ്രസ്സിനോ മറ്റു പാർട്ടികൾക്കോ കഴിയില്ല. ഇപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ നായർ സമുദായത്തിൻ്റെ, അതുപോലെ തന്നെ കത്തോലിക്കരുടെ, അതുപോലെ CSIക്കാരുടെ ഒക്കെ പരിപാടികളിൽ ഒന്നുകിൽ ഉദ്ഘാടകൻ അല്ലെങ്കിൽ മുഖ്യ അതിഥി തരൂരാണ്. കോൺഗ്രസ്സിലെ വേറൊരു നേതാവിനും അത്രയും വലിയ പരിഗണന കിട്ടുന്നില്ല. ഇപ്പോൾ NSSൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ചിലർക്ക് കിട്ടുന്നുണ്ടാകാം, എങ്കിലും തരൂരിനെ അവർ സർവാത്മന സ്വീകരിച്ചു കഴിഞ്ഞു. ഡൽഹി നായരല്ല, കേരള നായരാണ്, അദ്ദേഹം ആഗോള നായരാണ് എന്ന് പറയാൻ NSS തയ്യാറായി. അതൊരു സൂചനയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക സഭയുടെ റോമൻ കാത്തലിക്, ലാറ്റിൻ കാത്തലിക് അടക്കം കത്തോലിക്ക സഭകളുടെ പല പരിപാടികളിലും തരൂർ മുഖ്യാതിഥിയാണ്. NSS മന്നം ജയന്തിക്ക് തരൂരിനെ ക്ഷണിച്ച് മുഖ്യാതിഥിയാക്കിയതുപോലെ ഇവരും സ്വീകരിച്ചിരിക്കുന്നു. അവരും തരൂരിനെ തങ്ങളുടെ പ്രധാന പരിപാടികളിൽ മുഖ്യാതിഥിയായിട്ട് അവർ തരൂരിനെ ഉൾക്കൊള്ളുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ CSI സഭയ്ക്ക് നമുക്കറിയാം, തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് ശക്തമായ വേരോട്ടമുണ്ട്. തിരുവനന്തപുരത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും അവർക്ക് നല്ല സ്വാധീനമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള CSI സഭയുടെ ഒരു പ്രധാന പിന്തുണ ലഭിക്കുന്നത് കോൺഗ്രസ്സിൽ തരൂരിനാണ്. മറ്റൊരു നേതാവിനും അത്രയും പിന്തുണ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ CSI വോട്ടാണ് 2024 തരൂരിനെ രക്ഷിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് തരൂർ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം CSI ലാറ്റിൻ പിന്തുണയാണ്. ലത്തീൻ കത്തോലിക്കരുടെ പിന്തുണയും നമ്മൾ കുറച്ച് കാണണ്ട. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ മുന്നണി സമവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ വോട്ടർമാർ ആഗ്രഹിക്കുന്നു, സമൂഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി, പ്രത്യേകിച്ചും ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള എന്നാൽ നായർ സമുദായത്തിനും ഇടപെടാൻ കഴിയുന്ന ഒരു പാർട്ടി, അത്യാവശ്യം പുറത്തു നിന്നെങ്കിലും SNDPയുടെ പിന്തുണയും അതിന് ലഭിക്കും. അങ്ങനെയുള്ളൊരു പാർട്ടി കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടായാൽ, അങ്ങനൊരു പാർട്ടി രൂപീകരിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ട. അത് തരൂരിൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു പൊൻതൂവലായി മാറും എന്നും തീർച്ചയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ ഈ ഇരു മുന്നണികളിലായി ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഈ രാഷ്ട്രീയത്തോട് ജനങ്ങൾക്ക് മടുപ്പ് ഉണ്ടായിരിക്കുന്നു, അവർക്ക് മടുപ്പ് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് കൂടി ഇടം കൊടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലൊരു ചിന്തയുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ തരൂർ മുന്നിൽ നിന്ന് നയിച്ചാൽ ഒരു പക്ഷേ കത്തോലിക്കരുടെയും CSIയുടെയും അതുപോലെ തന്നെ നായർ സമുദായത്തിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തെക്കൻ കേരളത്തിൽ ജനിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.